റവറൻഡ് റോബർട്ട് എഫ് കുക്കിൻ്റെ ശ്രമഫലമായി ഉടലെടുത്ത സഭകൾ കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ കുക്ക് സായിപ്പ് സാമ്പത്തിക ബുദ്ധിമുട്ടിലായി. സഹായം ലഭിക്കാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിച്ചിരുന്ന കുക്കിന് മുന്നിൽ തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ റേന്ത വിറ്റ് നടന്നിരുന്ന ജോൺ മനോഹ എന്ന സഞ്ചാര സുവിശേഷകൻ ഒരു ദൈവദൂതനെപ്പോലെ വഴികാട്ടിയായി. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറിയായിരുന്നു ജോൺ മനോഹ. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. 1936 ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷൻ നടത്തിയ ഗോൾഡൻ ജൂബിലി പ്രോഗ്രാമിൻ്റെ ഭാഗമായി നീലഗിരിയിലെത്തിയ JH ഇൻഗ്രാമിനെ കാണുവാൻ കുക്ക് സാഹിബിന് പ്രേരണ നൽകിയത് ജോൺ മനോഹയാണ്. അവിടെ വെച്ചാണ് ചർച്ച് ഓഫ് ഗോഡ് എന്ന വലിയ പ്രസ്ഥാനവുമായി കുക്ക് സാഹിബിൻ്റെ സഭകൾ ലയിക്കുന്നത്. ഒരിക്കൽ സാധനങ്ങൾ കൊണ്ടുവന്ന കടലാസ് നിവർത്തി വായിച്ചപ്പോഴാണ് അത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഔദ്യോഗിക നാവായിരുന്ന ചർച്ച് ഓഫ് ഗോഡ് ഇവാഞ്ചലിൻ്റെ താൾ ആയിരുന്നു അത് എന്ന് മനസ്സിലായത്. അമേരിക്കയിലെ വേൾഡ് മിഷൻ്റെ വിലാസവും അതിൽ ഉണ്ടായിരുന്നു. ആ വിലാസത്തിൽ ജോൺ മനോഹ താൻ സഞ്ചരിച്ചുകൊണ്ട് നടത്തുന്ന സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് എഴുതുകയും ചർച്ച് ഓഫ് ഗോഡ് അദ്ദേഹത്തെ അംഗീകൃത പയനിയർ വർക്കറായി നിയമിക്കുകയും ചെയ്തു. ചെറിയ തുക ഓരോ മാസവും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷൻ ഗോൾഡൻ ജൂബിലി ടൂറിൻ്റെ ഭാഗമായി JH ഇൻഗ്രാം തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചു വന്ന ജോൺ മനോഹയോട് ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷൻ ഒരു അറിയിപ്പ് നൽകി. ഞങ്ങളുടെ പ്രതിനിധി JH ഇൻഗ്രാം ഫിലിപ്പൈൻസ്, ചൈന വഴി ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ ഊട്ടിക്ക് സമീപമുള്ള കൂനൂരിലെത്തുന്നുണ്ട്. അവിടെ ചെന്ന് ഇൻഗ്രാമിനെ നേരിൽ കാണാൻ ജോൺ മനോഹയോട് നിർദ്ദേശിച്ചു. എന്നിട്ട് ഇൻഗ്രാമിൻ്റെ വിസിറ്റിംഗ് കാർഡും മനോഹയ്ക്ക് അയച്ചു കൊടുത്തു. തമിഴ്നാട്ടിൽ യാദൃച്ഛികമായി യാത്ര ചെയ്യുകയായിരുന്ന കുക്ക് സാഹിബ് ജോൺ മനോഹയെ പരിചയപ്പെടുകയും അദ്ദേഹമാണ് ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷൻ പ്രതിനിധി കുനൂരിലെത്തുന്ന കാര്യം അറിയിക്കുന്നതും. JH ഇൻഗ്രാമിൻ്റെ വിസിറ്റിംഗ് കാർഡ് ജോൺ മനോഹ കുക്ക് സാഹിബിൻ്റെ നേരെ നീട്ടിയ നിമിഷം തന്നെ സാഹിബിനോട് ദൈവാത്മാവ് ഇപ്രകാരം പറഞ്ഞു: ഇതാ നിൻ്റെ സഹായം. ചർച്ച് ഓഫ് ഗോഡ് പ്രവർത്തന രീതികളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയ കുക്ക് നിരന്തരമായ പ്രാർത്ഥനയ്ക്കും ആലോചനയ്ക്കും ശേഷമാണ് ചർച്ച് ഓഫ് ഗോഡിനോട് ചേരുവാൻ തീരുമാനിച്ചത്. 1936 കുക്കും തൻ്റെ സഭകളും ചർച്ച് ഓഫ് ഗോഡിൽ ചേരുമ്പോൾ കൂടെ 63 മിഷൻ സ്റ്റേഷനുകളിലായി 43 സഭാ ശുശ്രൂഷകരും 2353 അംഗങ്ങളും മൗണ്ട് സിയോൻ ബൈബിൾ സ്കൂളും സ്വന്തമായി ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും